ഈ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ഒരു ടേബിളിൽ നിന്ന് ഡാറ്റ എക്സ്ട്രാക്റ്റ് ചെയ്യണേ എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആൻഡ്രോയിഡിൽ നമുക്കൊരു എസ്ക്യുലൈറ്റ് ഡാറ്റാബേസിൽ നിന്ന് ഡാറ്റ റിട്രീവ് ചെയ്യാനായിട്ട് കേഴ്സർ എന്ന് പറയുന്ന ഒരു ക്ലാസ് യൂസ് ചെയ്യേണ്ടി വരും. ഈ കേഴ്സർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം കേഴ്സർ നമ്മുടെ പ്രൊജക്റ്റിലേക്ക് ഇമ്പോർട്ട് ചെയ്യണം. അത് എങ്ങനെ ഇമ്പോർട്ട് ചെയ്യണമെന്ന് വെച്ചാൽ android.database.cursor എന്ന് പറയുന്ന പാക്കേജാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യേണ്ടത്. നമ്മൾ സാധാരണ എസ്ക്യുലൈറ്റിൻ്റെ ആ ഒരു ലൈബ്രറി ഇമ്പോർട്ട് ചെയ്ത പോലെ നമ്മളത് ഇവിടെ ഇമ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ ഈ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ആ ഇമ്പോർട്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ പ്രൊജക്റ്റിലേക്ക് അത് ഇമ്പോർട്ട് ചെയ്യണം. ഇനി അടുത്തതായിട്ട് നമുക്ക് എസ്ക്യുലൈറ്റിൻ്റെ ഡാറ്റാബേസ് ലൈബ്രറിയിൽ ഒരു മെത്തേഡ് അവൈലബിൾ ആയിട്ടുണ്ട്. ആ മെത്തേഡിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ക്വറി എന്നാണ്. ഈ ക്വറി മെത്തേഡിൻ്റെ അകത്താണ് നമ്മൾ സെലക്റ്റിൻ്റെ ഓപ്പറേഷൻ ചെയ്യേണ്ടത്. അതായത് ഡാറ്റ റിട്രീവ് ചെയ്യണം, ആ ക്വറിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യേണ്ടത് ഈ ക്വറി എന്ന് പറയുന്ന മെത്തേഡിൻ്റെ അകത്താണ്. അപ്പോൾ ഈ ക്വറി എക്സിക്യൂട്ട് ആയി കഴിഞ്ഞാൽ നമുക്കൊരു കേഴ്സർ ഒബ്ജക്റ്റ് റിട്ടേൺ ചെയ്ത് അത് തരും. ആ കേഴ്സർ ഒബ്ജക്റ്റിൻ്റെ അകത്താണ് നമ്മുടെ ക്വറിയുടെ റിസൾട്ട് അല്ലെങ്കിൽ ആ ഒരു ടേബിളിൽ നിന്നുള്ള ഡാറ്റയും കാര്യങ്ങളൊക്കെ കണ്ടെയ്ൻ ചെയ്യുന്നത്. കേഴ്സർ ആണെങ്കിൽ നമ്മുടെ റിസൾട്ടൊക്കെ കൂടെ ഒരു റോ വൈസ് ആയിട്ടാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതേപോലെ തന്നെ കേഴ്സറിനകത്ത് ഇഷ്ടം പോലെ മെത്തേഡ്സ് അവൈലബിൾ ആണ്. അത് വെച്ചിട്ട് നമുക്ക് ഈ ഡാറ്റ ആക്സസ് ചെയ്യാനും പറ്റും. അതേപോലെ പല റോസ് ത്രൂ നമുക്ക് ഐട്രേറ്റ് ചെയ്യാനൊക്കെ പറ്റും. ഒരു ഫോർ ലൂപ്പോ വൈൽ ലൂപ്പൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഓരോ റെക്കോർഡ്സ് ആക്സസ് ചെയ്യാനൊക്കെ പറ്റും. സാധാരണ ഓപ്പറേഷൻസ് പോലെയല്ല, കേഴ്സറിൻ്റെ കേസിൽ നമുക്ക് കുറച്ച് എക്സ്ട്രാ കാര്യങ്ങളും കൂടെ ടേക്ക് കെയർ ചെയ്യേണ്ടി വരും. അതായത് കേഴ്സർ നമ്മൾ യൂസ് ചെയ്യാത്ത സമയത്ത് നമ്മൾ അതിനെ ഡീആക്ടിവേറ്റ് ചെയ്യണം. അത് മാൻഡേറ്ററി ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അത് ഡീആക്ടിവേറ്റ് ചെയ്യാനായിട്ട് കേഴ്സറിൻ്റെ ഒബ്ജക്റ്റ് നമുക്ക് ഒരു മെത്തേഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡീആക്ടിവേറ്റ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ കേഴ്സർ യൂസ് ചെയ്യാത്ത നേരത്ത്, അതല്ല എങ്കിൽ ആപ്ലിക്കേഷൻ പോസ് സ്റ്റേറ്റിൽ നിൽക്കുന്ന ആ ഒരു സ്റ്റേജിൽ നമ്മൾ ഡീആക്ടിവേറ്റിൻ്റെ മെത്തേഡ് കോൾ ചെയ്താൽ മതി. അപ്പോൾ കേഴ്സർ പിന്നീട് ഡീആക്ടിവേറ്റ് ആയിക്കോളും. ഇനി വൺസ് നിങ്ങൾ കേഴ്സർ ഡീആക്ടിവേറ്റ് ചെയ്ത് ആപ്ലിക്കേഷൻ ഒരു റെസ്യൂം സ്റ്റേറ്റിലേക്ക് തിരിച്ചു വരികയെന്ന് വിചാരിക്കുക. അതായത് ഇപ്പോൾ വേറൊരു ആപ്പിൽ പോയിട്ട് തിരിച്ച് നമ്മുടെ ആപ്പിലേക്ക് വരുമ്പോൾ അത് റെസ്യൂം ആണല്ലോ. അപ്പോൾ റെസ്യൂം ആവണ സമയത്ത് നമ്മുടെ കേഴ്സറിനെ റീഎനേബിൾ ചെയ്യണം. അപ്പോൾ അത് ചെയ്യാനായിട്ട് നമുക്ക് കേഴ്സറിൻ്റെ അകത്ത് റീക്വറി എന്നും പറഞ്ഞിട്ട് ഒരു മെത്തേഡ് അവൈലബിൾ ആണ്. അപ്പോൾ അത് കോൾ ചെയ്യണം. അത് കോൾ ചെയ്താൽ നമ്മുടെ കേഴ്സർ റീഎനേബിൾ ആവുകയും ചെയ്യും. അതേപോലെ ടേബിളിൽ പോയിട്ട് ഫ്രഷ് ആയിട്ടുള്ള ഡാറ്റ ഫെച്ച് ചെയ്ത് സെറ്റായിട്ട് ഇരിക്കും. അതേപോലെ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ ഡീആക്ടിവേറ്റ് അല്ലെങ്കിൽ റീക്വറി ഒക്കെ നമുക്ക് എപ്പോഴും ഓർത്തിരിക്കണം എന്നില്ല ചെയ്യാനൊക്കെ ആയിട്ട്. അതല്ല എങ്കിൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കൊരു മെത്തേഡും കൂടെ അവൈലബിൾ ആണ്. ആ മെത്തേഡിൻ്റെ പേരെന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് മാനേജിങ് കേഴ്സർ എന്നാണ് പേര്. അപ്പോൾ ഈ ഒരു മെത്തേഡിൻ്റെ അകത്ത് നമ്മുടെ കേഴ്സർ പാസ് ചെയ്തിട്ട് നമ്മുടെ പാരൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റിയിൽ കോൾ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു മെത്തേഡ് തന്നെ ഈ പറയുന്ന കേഴ്സർ ഡീആക്ടിവേറ്റ് ചെയ്യണ ആ ഒരു ജോലിയും അതേപോലെ കേഴ്സറിനെ റീഎനേബിൾ ചെയ്യുന്ന വർക്കും കാര്യങ്ങളൊക്കെ ഈ ഒരൊറ്റ മെത്തേഡ് തന്നെ ഹാൻഡിൽ ചെയ്തോളും. നമ്മൾ സ്പെസിഫിക് ആയിട്ട് വേറെ ഓൺ പോസ് അല്ലെങ്കിൽ ഓൺ റെസ്യൂം ആയിട്ടുള്ള സ്റ്റേറ്റുകളിൽ കേഴ്സറിനെ ആക്ടിവേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഡീആക്ടിവേറ്റ് ചെയ്യേണ്ട സാഹചര്യം വരുന്നില്ല. ഒക്കെ ഈ സ്റ്റാർട്ട് മാനേജിങ് കേഴ്സർ എന്ന് പറയുന്ന മെത്തേഡ് തന്നെ ഹാൻഡിൽ ചെയ്തോളും. അങ്ങനെയും നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ട്. ഇനി നമുക്ക് ക്വറി മെത്തേഡിൻ്റെ അകത്ത് പാസ് ചെയ്ത് കൊടുക്കുന്ന പാരാമീറ്റേഴ്സും കൂടെ ഡിസ്കസ് ചെയ്യാം. അതും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് പ്രോഗ്രാം ഒന്ന് ചെറുതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. ഈ ക്വറി മെത്തേഡിൻ്റെ അകത്ത് ആക്ച്വലി 7 പാരാമീറ്റേഴ്സ് നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള പ്രോഗ്രാമിൽ ക്വറിയുടെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നേരത്തെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ആകെ ഒരേ ഒരു പാരാമീറ്ററെ പാസ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ബാക്കിയൊക്കെ നള്ളെന്നും പറഞ്ഞിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ നള്ള് ശരിക്കും എന്താണ് അവിടെ കൊടുക്കേണ്ട സാധനം, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ അതാദ്യം ഡിസ്കസ് ചെയ്യാം. ക്വറി എന്ന് പറയുന്ന മെത്തേഡിൻ്റെ അകത്ത് ഫസ്റ്റ് നമ്മൾ പാസ് ചെയ്ത് കൊടുക്കേണ്ടത് നമുക്ക് ഡാറ്റ ഫെച്ച് ചെയ്യാനുള്ള ആ ഒരു ടേബിളിൻ്റെ നെയിമാണ്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ഇതിനു മുന്നേ അപ്ഡേറ്റ് ഡിലീറ്റ് ഇൻസേർട്ടൊക്കെ പഠിച്ചപ്പോൾ ഫസ്റ്റ് പാരാമീറ്റർ എപ്പോഴും ടേബിൾ നെയിം ആയിരുന്നല്ലോ. അപ്പോൾ അത് തന്നെയാണ് ഇവിടത്തെയും അവസ്ഥ. ഇനി സെക്കൻഡ് പാരാമീറ്റർ തൊട്ടിട്ടാണ് കാര്യങ്ങൾ കുറച്ച് ഡിഫറെൻ്റ് ആവുന്നത്. സെക്കൻഡ് പാരാമീറ്റർ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കോളം നെയിംസ് അതിൻ്റെ അകത്ത് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. അതായത് ഇപ്പം നിങ്ങൾക്ക് ഒരു ടേബിളിൽ നിന്ന് ഒരു പ്രത്യേകം ചില
കോളംസ് മാത്രം സെലക്ട് ചെയ്താൽ മതിയെങ്കിൽ അങ്ങനെയുള്ള ഇൻസ്റ്റൻസിലാണ് സെക്കൻഡ് പാരാമീറ്ററിൽ നിങ്ങൾ എന്തെങ്കിലും വാല്യൂസ് പാസ് ചെയ്ത് കൊടുക്കേണ്ടത്. അതായത് ഇപ്പോൾ നമ്മുടെ എക്സാമ്പിളിൽ സ്റ്റുഡൻറ്റ് ടേബിളിൻ്റെ അകത്ത് ഏജ്, നെയിം, ID ഇങ്ങനെ 3 കോളംസാണ് ഉള്ളത്. അപ്പോൾ എനിക്കിപ്പോൾ നെയിം മാത്രമേ കാണിക്കേണ്ടതുള്ളൂ, അല്ലെങ്കിൽ നെയിമും ഏജാണ് കാണിക്കേണ്ടതെങ്കിൽ ഈ സെക്കൻഡ് പാരാമീറ്ററിലത് പറഞ്ഞു കൊടുത്താൽ മതി. അടുത്ത പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ സെലക്ഷൻ പാരാമീറ്ററാണ്, അല്ലെങ്കിൽ വേർ ക്ലോസ് പ്രൊവൈഡ് ചെയ്യേണ്ട പാരാമീറ്ററാണ്. നമ്മുടെ ഡിലീറ്റ് അപ്ഡേറ്റിൻ്റെ അകത്തൊക്കെ നമ്മൾ വേർ ക്ലോസിൻ്റെ ഒരു പാരാമീറ്റർ പാസ് ചെയ്തിട്ടുണ്ടായില്ലേ, ആ ഒരു സെയിം കാര്യം തന്നെയാണ് ഈ 3ാമത്തെ പാരാമീറ്ററിലും സംഭവിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ വേർ കണ്ടീഷനും കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അടുത്തതായിട്ട് 4ാമത്തെ പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ ഈ 3ാമത്തെ പാരാമീറ്ററിൽ വേർ ക്ലോസിലുള്ള ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാവില്ലേ, നമ്മൾ ഡിലീറ്റ് ആൻഡ് അപ്ഡേറ്റിൻ്റെ മെത്തേഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യൻ മാർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള വാല്യൂസ് ഉള്ള അറയാണ് നിങ്ങൾ 4th പാരാമീറ്ററിൽ പാസ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതും ഈ പറഞ്ഞ പോലെ ഡിലീറ്റ് ആൻഡ് അപ്ഡേറ്റിൻ്റെ ആ ഒരു പാരാമീറ്ററും ഏകദേശം എക്സാക്ട്ലി സെയിം ആണ്, വേറെ വ്യത്യാസങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ഇനി അടുത്ത പാരാമീറ്റർ നോക്കാം. 5ാമത്തെ പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് സാധാരണ DBMS ഒക്കെ പഠിച്ചപ്പോൾ ഒരു ടേബിളിൽ നിന്ന് ഡാറ്റ ഫെച്ച് ചെയ്യുമ്പോൾ അത് ഗ്രൂപ്പ് ചെയ്യാനൊക്കെ പറ്റുമായിരുന്നു ഇല്ലേ? അതായത് ഡെസിഗ്നേഷൻ വെച്ചിട്ട് എംപ്ലോയീസിൻ്റെ റെക്കോർഡ് നമ്മൾ ഗ്രൂപ്പ് ചെയ്തൊക്കെ ലാബിൽ പഠിച്ചത് ഓർക്കണ്ടോ? അങ്ങനെ പല ഓപ്പറേഷൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഗ്രൂപ്പ് ചെയ്യേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ 5ാമത്തെ പാരാമീറ്ററിൽ അത് സ്പെസിഫൈ ചെയ്ത് കൊടുത്താൽ മതി. ഇനി അടുത്തതായിട്ട് 6ാമത്തെ പാരാമീറ്റർ നോക്കാം. 6ാമത്തെ പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഹാവിംഗ് എന്നും പറഞ്ഞിട്ട് ഒരു ക്ലോസ് ടേബിളിൻ്റെ അകത്ത് സെലക്ട് കോർ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഹാവിംഗ് ക്ലോസ് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനുണ്ടെങ്കിൽ ഈ 6ാമത്തെ പാരാമീറ്ററിൻ്റെ അകത്ത് ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പോൾ അതാണ് 6ാമത്തെ പാരാമീറ്റർ. ഇനി അവസാനത്തെ പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ ഓർഡർ ബൈ ആണ്. അതും നിങ്ങൾ DBMSൻ്റെ ലാബിലൊക്കെ ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങൾക്കിപ്പോൾ IDയുടെ അസെൻഡിങ് ഓർഡറിൽ നിങ്ങൾക്ക് ഡാറ്റ പ്രസൻറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അവസാനത്തെ പാരാമീറ്ററിൽ അത് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. അതല്ല ഡിസെൻഡിങ്ങിലാണ് വേണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതിൻ്റെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതേപോലെ ഗ്രൂപ്പ് ബൈ, ഓർഡർ ബൈ അതൊന്നും പറയാത്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ സെക്കൻഡ് സെമ്മിൽ DBMSൽ നിങ്ങൾ അതൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പം ഇനി അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്ത് കൂടിപ്പോവും. അതുകൊണ്ടാണ് ജസ്റ്റ് പേരുകൾ മാത്രം പറഞ്ഞു പോകുന്നത്. അങ്ങനെ നമ്മൾ ക്വറിയുടെ പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കി. ഇനി നമുക്ക് ഈ ഒരു പ്രോഗ്രാമിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് പോവാം. ഇതിലിപ്പോൾ ഞാൻ കേഴ്സറിൻ്റെ കുറച്ച് മെത്തേഡ്സ് പറഞ്ഞിട്ടില്ല, അത് ഞാൻ പ്രോഗ്രാമിൽ ആവശ്യാനുസരണം പറയാമെന്ന് വിചാരിച്ചു. കാരണം റൈറ്റ് സൈഡിലുള്ള തിയറി ചുമ്മായിട്ട് ഞാൻ വായിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് ക്ലിക്ക് ആവണം എന്നില്ല. അതുകൊണ്ട് നമുക്ക് പ്രോഗ്രാമിലേക്ക് ഇനി ഫോക്കസ് ചെയ്യാം. പ്രോഗ്രാമിൽ ഇപ്പോൾ നിങ്ങൾക്ക് ക്വറി മെത്തേഡ് വരെയുള്ള കാര്യങ്ങൾ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഒരു ക്വറി മെത്തേഡ് എക്സിക്യൂട്ട് ആയി കഴിഞ്ഞാൽ ഇവിടെ ഞാനൊരു കേഴ്സറിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, കേഴ്സർ എന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഈ കേഴ്സർ എന്ന് പറയുന്ന ഒബ്ജക്റ്റിലേക്ക് നമ്മുടെ ക്വറിയുടെ മെത്തേഡ് റിട്ടേൺ ചെയ്യുന്ന കേഴ്സർ സേവ് ആവും. അതായത് നമ്മുടെ ക്വറിയുടെ മെത്തേഡ് ഈ ഡാറ്റ ഫെച്ച് ചെയ്തതിന് ശേഷം അത് ഒരു കേഴ്സർ ഒബ്ജക്റ്റ് ആയിട്ടാണ് റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ ആ റിട്ടേൺ ചെയ്യുന്ന കേഴ്സർ ഒബ്ജക്റ്റിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കേഴ്സർ എന്ന് പറയുന്ന ഒബ്ജക്റ്റിലേക്ക് സേവ് ആവും. അപ്പോൾ അതാണ് ഈ ഒരു ലൈനും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത ലൈൻ നമുക്ക് നോക്കാം. അടുത്ത ലൈനിൽ നമ്മൾ ഒരു മെത്തേഡ് കോൾ ചെയ്യാണ് കേഴ്സറിൻ്റെ ഒബ്ജക്റ്റ് വെച്ചിട്ട്. ആ മെത്തേഡിൻ്റെ പേരെന്ന് പറഞ്ഞാൽ മൂവ് ടു ഫസ്റ്റ് എന്നാണ്. ഇതിൻ്റെ പേരിൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഇതിൻ്റെ വർക്കിംഗ് മനസ്സിലാവും. അതായത് നമ്മുടെ കേഴ്സറിൻ്റെ സ്റ്റാർട്ടിങ് സ്ലൈഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേഴ്സറിൽ ഡാറ്റ റോ വൈസ് ആയിട്ടാണ് സ്റ്റോർ ചെയ്യണേ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഫെച്ച് ചെയ്തെടുത്തിട്ടുള്ള ഡാറ്റ റോസ് ആണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ. ഇതിൽ കേഴ്സർ എപ്പോഴും ഏറ്റവും സ്റ്റാർട്ടിങ്ങിലുള്ള ഫസ്റ്റ് റോയാണ് പോയിൻ്റ് ചെയ്ത് നിൽക്കണേ എന്നുള്ളത് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൂവ് ടു ഫസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ചില സമയത്ത് കേഴ്സർ എക്സിക്യൂട്ടായി അല്ലെങ്കിൽ സെറ്റായി വരുന്നത് ചിലപ്പോൾ കേഴ്സർ പോയിൻ്റ് ചെയ്യുന്നത് ഏറ്റവും അവസാനത്തെ റോയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ചിലപ്പോൾ നമ്മൾ ഡാറ്റ ലൂപ്പ് ചെയ്ത് പ്രിൻ്റ് ചെയ്ത് കാണിക്കുമ്പോൾ അല്ലെങ്കിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുമ്പോൾ കറക്റ്റായിട്ട് വർക്ക് ആവണം എന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ മൂവ് ടു ഫസ്റ്റ് എന്ന് പറയുന്ന മെത്തേഡ് കോൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കേഴ്സർ ഈ കേഴ്സറിനകത്തുള്ള റോസിലെ ഫസ്റ്റ് റോയിലേക്കാണ് പോയിൻ്റ് ചെയ്ത് നിൽക്കുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ ഡാറ്റ എന്നും പറഞ്ഞിട്ട് ഒരു എം ടി സ്ട്രിങ് ഞാൻ ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. ഇത് എന്തിനാന്ന് വെച്ചാൽ എനിക്ക് ഡാറ്റയൊക്കെ ഇങ്ങോട്ട്
ഇത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ടേബിളിലുള്ള ഡാറ്റ കേഴ്സറിലാണല്ലോ, ആ കേഴ്സറിലുള്ള ഡാറ്റ എനിക്ക് സ്ട്രിങ്ങിൽ സേവ് ചെയ്തിട്ട് ലാസ്റ്റ് അത് പ്രിൻ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു എംപ്റ്റി സ്ട്രിങ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ ലൂപ്പിൻ്റെ കേസിലേക്ക് നോക്കാം. ലൂപ്പ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഒരു വൈൽ ലൂപ്പാണ്. വൈൽ ലൂപ്പിൻ്റെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ BCയുടെ സ്റ്റാർട്ടിങ് തൊട്ട് പഠിക്കുന്നതാണ്, അപ്പോൾ അത് ഞാൻ വേറെ എടുത്ത് പറയുന്നില്ല. ഈ വൈലിൻ്റെ കണ്ടീഷൻ ഞാൻ കൊടുത്തിട്ടുള്ളത് കേഴ്സർ ഡോട്ട് ഈസ് ആഫ്റ്റർ ലാസ്റ്റ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് കോൾ ചെയ്തിട്ടുണ്ട്. ആ മെത്തേഡ് എന്താ ചെയ്യണമെന്നുള്ളത് പറഞ്ഞുതരാം. ഈ ഒരു മെത്തേഡ് ആക്ച്വലി ഒരു ചെക്കിംഗ് ആണ് പെർഫോം ചെയ്യുന്നത്. അതെന്താന്ന് വെച്ചാൽ നമ്മുടെ കേഴ്സറിൻ്റെ പൊസിഷൻ നമ്മുടെ ലാസ്റ്റ് റെക്കോർഡും കഴിഞ്ഞ് പോയിട്ടുണ്ടോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ ഈസ് ആഫ്റ്റർ ലാസ്റ്റ് എന്ന് പറയുന്ന മെത്തേഡ് ട്രൂ ആയിരിക്കും റിട്ടേൺ ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെ കഴിഞ്ഞ് പോകും എന്നുള്ളൊരു സംശയം നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ട്. അത് വേറെ ഒന്നുമില്ല, നമ്മളിപ്പോൾ വൈൽ ലൂപ്പിൻ്റെ അകത്ത് കേഴ്സറിൽ ഓരോ പൊസിഷനിലുള്ള അല്ലെങ്കിൽ ഓരോ റോയിലുള്ള ഡാറ്റയാണ് നമ്മൾ ഐട്രേറ്റ് ചെയ്ത് ആക്സസ് ചെയ്ത് എടുക്കുന്നത്. അപ്പം അങ്ങനെ ഐട്രേറ്റ് ചെയ്ത് ലാസ്റ്റ് ആകുമ്പോഴേക്കും കേഴ്സർ പൊസിഷൻ പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത് നമ്മുടെ ലാസ്റ്റ് റെക്കോർഡ് കഴിഞ്ഞിട്ടുള്ളൊരു പ്ലേസിലേക്കായിരിക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മുടെ ഡാറ്റ എല്ലാം നമ്മൾ ട്രാവേഴ്സ് ചെയ്ത് കഴിഞ്ഞു ഇല്ല എന്നുള്ളത് ചെക്കിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഈസ് ആഫ്റ്റർ ലാസ്റ്റ് എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ കേഴ്സറിൻ്റെ പൊസിഷൻ ലാസ്റ്റ് റെക്കോർഡ് ആയിട്ടില്ല എങ്കിൽ ഈസ് ആഫ്റ്റർ ലാസ്റ്റ് എന്ന് പറയുന്ന മെത്തേഡ് ഫാൾസ് ആയിരിക്കും റിട്ടേൺ ചെയ്യുക. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഫാൾസ് റിട്ടേൺ ചെയ്യുന്ന അത്രയും സമയം വരെ നമ്മുടെ ലൂപ്പ് റൺ ആവണം എന്നുള്ളതാണ് ഞാൻ ഈ ഒരു കണ്ടീഷനും കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതായത് ഫാൾസ് മാറി ട്രൂ ആവുന്ന വരയ്ക്കും എനിക്ക് ഈ ഒരു ലൂപ്പ് റൺ ആവണം. അപ്പോൾ നിങ്ങൾക്ക് ലൂപ്പിൻ്റെ കണ്ടീഷൻ എന്താണെന്നുള്ളതും അതേപോലെ ഈസ് ആഫ്റ്റർ ലാസ്റ്റ് എന്ന് പറയുന്ന മെത്തേഡും കൊണ്ട് എന്താണ് ഉദ്ദേശിക്കണേ എന്നുള്ളതും മനസ്സിലായിട്ടുണ്ടാവും. ഇനി അടുത്തത് നമുക്ക് നോക്കാം. അടുത്തത് നമുക്ക് അടുപ്പിച്ചൊരു 3 ലൈൻ ഓഫ് കോഡ് ഉണ്ട്. ഈ 3 ലൈൻ ഓഫ് കോഡും കൊണ്ട് എന്താ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ നമ്മൾ കേഴ്സറിന് ഓരോ കോളം കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് ഓരോ സ്ട്രിങ്ങിൽ അസൈൻ ചെയ്ത് ഇടുകയാണ്. ഇതിൽ കേഴ്സർ ഡോട്ട് ഗെറ്റ് സ്ട്രിങ് എന്നും പറഞ്ഞിട്ടൊരു മെത്തേഡ് ഉണ്ട്. ഈ മെത്തേഡിൻ്റെ പർപ്പസ് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. വേറൊന്നുമല്ല, നമ്മുടെ കേഴ്സറിൻ്റെ അകത്ത് ഡാറ്റ ഓരോ കോളം ഇൻഡെക്സ് ബേസ് ചെയ്തിട്ടാണ് സ്റ്റോർ ചെയ്ത് കിടക്കണത്. അതായത് ഇപ്പോൾ ഒരു ടേബിളിൻ്റെ അകത്ത് റോ വിചാരിക്കുക. അതായത് നമുക്ക് 3 കോളമാണ് സ്റ്റുഡൻറ്റ് ടേബിളിൽ ഉണ്ടായിരുന്നത്. ആദ്യത്തേതെന്ന് പറഞ്ഞാൽ ID, രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ നെയിം, അവസാനത്തേതെന്ന് പറഞ്ഞാൽ ഏജ്. അപ്പോൾ ഇവിടെ ആദ്യത്തെ ID നമ്മളൊന്ന് ജസ്റ്റ് വിഷ്വലൈസ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ ഐഡിയുടെ അവിടെ 1 ആണ് കിടക്കണേ. നെയിമിൻ്റെ അവിടെ ജസ്റ്റ് ഞാൻ ആലീസ് എന്നും പറഞ്ഞിട്ട് എഴുതുകയാണ്. ഏജിൻ്റെ അവിടെ 25 ആയിരുന്നു റെക്കോർഡ് കിടക്കണേന്ന് വിചാരിക്കുക. അപ്പോൾ കേഴ്സറിൻ്റെ അകത്ത് ഈ ID എന്നുള്ളതിനെ ആ ഒരു കോളത്തിനെ അവർ റെപ്രസെൻ്റ് ചെയ്യുന്നത് 0th കോളം ആയിട്ടായിരിക്കും. നമ്മൾ സാധാരണ അറയിലൊക്കെ ഇൻഡെക്സ് ചെയ്യില്ലേ, അതേപോലെ ആയിരിക്കും അത് റെപ്രസെൻ്റ് ചെയ്യുക. അതേപോലെ നെയിം എന്നുള്ളത് ഫസ്റ്റ് ഇൻഡെക്സ് ആയിട്ടായിരിക്കും അവർ റെപ്രസെൻ്റ് ചെയ്യുക. ഏജ് എന്നുള്ളത് സെക്കൻഡ് ഇൻഡെക്സ് ആയിട്ടായിരിക്കും അവർ റെപ്രസെൻ്റ് ചെയ്യുക. ഈ കാര്യത്തിൽ ആർക്കും സംശയമില്ല, നമ്മൾ സാധാരണ അറയിലെ ഇൻഡെക്സ് പോലെ. അപ്പോൾ ഈ ഗെറ്റ് സ്ട്രിങ് എന്ന് പറയുന്ന മെത്തേഡിൻ്റെ അകത്ത് നമ്മൾ ഈ കോളം ഇൻഡെക്സ് പാസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ കോളത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ റോയിലെ വാല്യൂ നമുക്ക് സ്ട്രിങ്ങിൻ്റെ ഫോമിൽ ഈ ഗെറ്റ് സ്ട്രിങ് എന്ന് പറയുന്ന മെത്തേഡ് റിട്ടേൺ ചെയ്യും. ഇതാണ് ഈ ഗെറ്റ് സ്ട്രിങ്ങും കൊണ്ടുള്ള ഫങ്ഷനാലിറ്റി. അതായത് ഇത്രേ ഉള്ളൂ. ഗെറ്റ് സ്ട്രിങ് എന്ന് പറയുന്ന മെത്തേഡ് കേഴ്സറിൻ്റെ അകത്ത് ഉള്ള ഒരു മെത്തേഡാണ്. അതിൻ്റെ അകത്ത് നമ്മൾ ഗെറ്റ് സ്ട്രിങ് കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഗെറ്റ് സ്ട്രിങ്ങിൻ്റെ അകത്ത് നമുക്ക് വേണ്ട കോളത്തിൻ്റെ വാല്യൂ, അത് ഏത് കോളമാണ് വേണ്ടതെന്നുള്ളത് നമ്മൾ പാരാമീറ്ററായിട്ട് പാസ് ചെയ്ത് കൊടുക്കണം. എനിക്കിപ്പോൾ ഇവിടെ ആദ്യത്തെ വേരിയബിൾ എന്ന് പറഞ്ഞാൽ സ്ട്രിങ് ID എന്നുള്ള വേരിയബിളാണ്. അതായത് എനിക്ക് ID ഫെച്ച് ചെയ്യാനാണ് ഞാൻ ഫസ്റ്റ് ലൈൻ, ഈ ഒരു ലൈൻ ഞാൻ എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ ടേബിളിൽ ID ആദ്യത്തെ കോളം ആയതുകൊണ്ട് അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് 0 ആണ്. അതുകൊണ്ട് ഞാനിവിടെ പാരാമീറ്റർ 0 ആയിട്ട് പാസ് ചെയ്ത് കൊടുത്ത്. അപ്പോൾ എനിക്ക് ഈ ഒരു ലൂപ്പിൽ നിൽക്കുന്ന ഇപ്പോൾ ഹോൾഡ് ചെയ്ത് നിൽക്കുന്ന റെക്കോർഡ്, അതായത് നമുക്ക് ലെറ്റ്സ് സേ ഇതിപ്പോൾ ഫസ്റ്റ് ഐട്രേഷനാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഫസ്റ്റ് ഐട്രേഷൻ ആയതുകൊണ്ട് ആദ്യത്തെ റോയിലുള്ള IDയുടെ വാല്യൂ ആയിരിക്കും എനിക്കിവിടെ കിട്ടുക. അതായത് 1 ആയിരിക്കും ഈ ഒരു ഇതിലേക്ക് സ്റ്റോർ ആവുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കാര്യം മനസ്സിലായി. ഇനി സിമിലർ ആയിട്ട് നെയിമിൻ്റെ കാര്യത്തിലും നോക്കുകയാണെങ്കിൽ
നെയിമിൻ്റെ കോളം ഇൻഡെക്സ് എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ എനിക്ക് നെയിം റിട്രീവ് ചെയ്തെടുക്കണമെങ്കിൽ കേഴ്സർ ഡോട്ട് ഗെറ്റ് സ്ട്രിങ് പാരാമീറ്ററിൽ 1 പാസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ ആലിസ് എന്നുള്ള വാല്യൂ എനിക്ക് ഈ ഒരു നെയിം എന്ന് പറയുന്ന വേരിയബിളിലേക്ക് അസൈൻ ആവും. അതാണ് സെക്കൻഡ് ലൈനും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അവസാനത്തെ ലൈനിൽ എനിക്ക് ഏജാണ് റിട്രീവ് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഗെറ്റ് സ്ട്രിങ് 2 എന്നും പറഞ്ഞിട്ട് കൊടുത്തു. കാരണം എന്താണെന്ന് വെച്ചാൽ ഏജ് എന്നുള്ള കോളത്തിൻ്റെ ഇൻഡെക്സ് വാല്യൂ 2 ആണ്. അപ്പോൾ ഈ ഒരു മെത്തേഡ് എക്സിക്യൂട്ട് ആകുമ്പോൾ 25 എന്നുള്ള വാല്യൂ ഈ ഏജിൻ്റെ അകത്ത് കയറി വരും. ഇതാണ് ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ. ആദ്യത്തെ 3 ലൈൻ്റെ എക്സ്പ്ലനേഷൻ ഇതാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഡാറ്റ എന്ന് പറയുന്ന ആ ഒരു സ്ട്രിങ് ഇല്ലേ, ആ ഒരു സ്ട്രിങ്ങിൻ്റെ വാല്യൂ ഞാൻ അപ്പൻഡ് ചെയ്യാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കോൺകാറ്റിനേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് ID, നെയിം, ഏജ് അങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കോൺകാറ്റിനേഷൻ ഓപ്പറേഷൻ ചെയ്തു. ഇത് ബേസിക് ആയിട്ടുള്ള സ്ട്രിങ് ഓപ്പറേഷനാണ്. നിങ്ങൾക്ക് BCയുടെ സ്റ്റാർട്ടിങ് തൊട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. അങ്ങനെ ഡാറ്റ കോൺകാറ്റിനേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ലൂപ്പിൻ്റെ അവസാനത്തെ ലൈനിലേക്ക് നമ്മൾ വരികയാണ്. ഇവിടെ ആക്ച്വലി ഒരു സെമിക്കോളൻ ഉണ്ട്. അപ്പോൾ ഈ അവസാനത്തെ ലൈനും കൊണ്ട് നമ്മൾ ഒരു മെത്തേഡാണ് കോൾ ചെയ്യുന്നത്. അതായത് കേഴ്സർ ഡോട്ട് മൂവ് ടു നെക്സ്റ്റ് എന്ന് പറയുന്ന മെത്തേഡ്. ഈ മൂവ് ടു നെക്സ്റ്റ് എന്ന് പറയുന്ന മെത്തേഡ് എന്താ ചെയ്യണമെന്നുള്ളത് അതിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അടുത്ത റെക്കോർഡിലേക്ക് കേഴ്സറിനെ മൂവ് ചെയ്യിപ്പിക്കാനുള്ള ഒരു മെത്തേഡാണ് മൂവ് ടു നെക്സ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അടുത്ത റെക്കോർഡിലേക്ക് കേഴ്സർ പോയിൻ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ലൂപ്പ് പിന്നെയും ആ ഒരു കണ്ടീഷൻ ചെക്കിങ്ങിലേക്ക് പോകും. സാധാ വൈൽ ലൂപ്പിൻ്റെ അതേ വർക്കിംഗ് തന്നെ. എന്നിട്ട് നമ്മുടെ വൈൽ കണ്ടീഷൻ്റെ അകത്തുള്ള കേഴ്സറിൻ്റെ ഈസ് ആഫ്റ്റർ ലാസ്റ്റ് എന്ന് പറയുന്ന മെത്തേഡ് ഒന്നുകൂടിയും എക്സിക്യൂട്ട് ആവും. അതായത് നമ്മുടെ ഇപ്പോഴത്തെ കേഴ്സറിൻ്റെ പൊസിഷൻ ലാസ്റ്റ് റെക്കോർഡും കഴിഞ്ഞ് പോയിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും. അത് കഴിഞ്ഞ് പോയിട്ടില്ല എങ്കിൽ ആ ഈസ് ആഫ്റ്റർ ലാസ്റ്റ് എന്ന് പറയുന്ന മെത്തേഡ് ഫാൾസ് ആയിരിക്കും റിട്ടേൺ ചെയ്യുക. പിന്നെ നമ്മുടെ വൈൽ ലൂപ്പിൻ്റെ അകത്തുള്ള എല്ലാ ലോജിക്കും, അതായത് നമ്മുടെ ഡാറ്റ പാഴ്സ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ഒന്നുകൂടിയും എക്സിക്യൂട്ട് ആവും. ഇതെല്ലാം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് അവസാനത്തെ റെക്കോർഡ് ആവുമ്പോഴേക്കും നമ്മുടെ ഈസ് ആഫ്റ്റർ ലാസ്റ്റ് ഒന്നുകൂടി നമ്മുടെ കേഴ്സറിൻ്റെ പൊസിഷൻ ചെക്ക് ചെയ്യും. ഈ പ്രാവശ്യം കേഴ്സറിൻ്റെ പൊസിഷൻ ലാസ്റ്റ് റെക്കോർഡ് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആ ലാസ്റ്റ് റെക്കോർഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസ് ആഫ്റ്റർ ലാസ്റ്റ് എന്ന് പറയുന്ന മെത്തേഡ് ട്രൂ ആയിരിക്കും റിട്ടേൺ ചെയ്യുക. അങ്ങനെ നമ്മുടെ വൈൽ കണ്ടീഷൻ ഫെയിൽ ആവും. അങ്ങനെ നമ്മൾ ലൂപ്പിന് പുറത്തേക്ക് വരും, അതായത് നമ്മുടെ ഈ ഒരു സൈഡിലേക്ക് വരും. ഇതിലിപ്പോൾ 2 കാര്യമാണ് ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത് ഈ ഒരു ഇഫ് എൽസ് കണ്ടീഷനിൽ. ഒന്നാമത്തതെന്ന് പറഞ്ഞാൽ ഡാറ്റ എംപ്റ്റി ആണെങ്കിൽ ഒരു ടോസ്റ്റ് മെസ്സേജ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം. അതല്ല ഡാറ്റ ഉണ്ടെങ്കിൽ ഒരു ടോസ്റ്റ് മെസ്സേജിൽ ഡാറ്റ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം. ഇങ്ങനെയാണ് അത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് നമ്മളൊരു ടേബിളിൽ നിന്ന് ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. പിന്നെ ഇതിൻ്റെ അകത്ത് വേറൊരു കാര്യം കൂടെ എനിക്ക് കോമൺ ആയിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ ജീവ മാമിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ആയിരിക്കും മിക്കവരും പഠിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് ഈ ഒരു ടോപ്പിക്ക് മാത്രം കണ്ടപ്പോൾ അത് എന്തൊക്കെയോ കാട്ടി എഴുതിയണ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒന്നും മനസ്സിലായില്ല. ഇതിൻ്റെ അകത്ത് അവരെന്തോ ആവശ്യമില്ലാത്ത മെത്തേഡ്സും കാര്യങ്ങളൊക്കെ ആ ടെക്സ്റ്റ് ബുക്കിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ആക്ച്വലി പഠിക്കാനില്ല. എന്തോ റോ ഇൻസേർട്ട് അങ്ങനെ എന്താണ്ട് ഒരു മെത്തേഡ് അവർ യൂസ് ചെയ്തിട്ടുണ്ട്. അത് ആക്ച്വലി നമുക്ക് വേണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒറിജിനൽ ടെക്സ്റ്റിൽ ആ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ടില്ല. പിന്നെ കേഴ്സറിൻ്റെ പ്രോഗ്രാം ആണെങ്കിലും ഒരു ക്ലാരിറ്റി ഇല്ലാത്ത പോലത്തെ ഒരു എക്സ്പ്ലനേഷനാണ് അതിൽ കൊടുത്തത്. അപ്പോൾ നിങ്ങൾക്കത് ചിലപ്പോൾ കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവില്ല. ഇതൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുക. ഇത് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്ത എക്സാക്റ്റ് ആയിട്ടുള്ള റൈറ്റിംഗ് ആണ്. അപ്പം നിങ്ങൾ അതും കൂടെ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ആദ്യം ഇത് പഠിക്കാൻ നോക്കുക. എന്നിട്ട് ജീവ മാമിൻ്റെ ടെക്സ്റ്റിൽ നിന്ന് കുറച്ചുകൂടി എക്സ്പ്ലനേഷൻ ആയിട്ടുള്ള കാര്യങ്ങളും കൂടെ നോക്കിയിട്ട് എക്സാമിന് പഠിക്കേണ്ടതായിരിക്കും കുറച്ചുകൂടി എളുപ്പം എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാനിത് എടുത്ത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ലിറ്ററലി ഒന്നും മനസ്സിലായില്ല. ആദ്യം വായിച്ച സമയത്ത് ഒന്നും മനസ്സിലായില്ല. അവസാനം എനിക്ക് സംശയം ഇത് എടുക്കാൻ പറ്റാത്ത ടോപ്പിക്ക് വല്ലതോ ആണോ, അങ്ങനെ ഒരു ഡൗട്ടായിപ്പോയി. പിന്നെ ഒറിജിനൽ ടെക്സ്റ്റ് വായിച്ചപ്പോഴാണ് എനിക്കത് കാര്യം ഇത്രേ ഉള്ളൂ എന്നുള്ളത് മനസ്സിലായത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്ക്.